തുറയൂരിലേത് പ്രാദേശിക തർക്കമാണ് എന്നാണ് CPI കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ഗവാസിന്റെ വാദം. തുറവൂരിലെ മുന്നണി തർക്കം മറ്റിടങ്ങളിൽ ബാധിക്കില്ല എന്നും ഗവാസ് പറയുന്നു. പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടക്കുന്നതായും ഗവാസ് മീഡിയ വണിനോട് പറഞ്ഞു. തുറവൂരിൽ CPM-നെതിരെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള CPI തീരുമാനത്തിലാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. നമ്മളോടൊപ്പമുള്ളത് കോഴിക്കോട് CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ഗവാസ് ആണ്. അദ്ദേഹം ചില പ്രതികരണങ്ങൾ ഈ അടുത്ത കാലത്തായി LDF-ൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണല്ലോ, ആ സമയത്താണ് ഇപ്പോൾ LDF-ൽ നിന്ന് മാറി CPI മത്സരിക്കുന്ന ഒരു സ്ഥിതി തുറവൂരിലടക്കം ഉണ്ടായത്. ഇങ്ങനെയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തിയത്? കോഴിക്കോട് ജില്ലയിലെ 91 തദ്ദേശ സ്ഥാപനങ്ങളിലും വളരെ ഐക്യത്തോടുകൂടി ഇടതുപക്ഷ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായി മത്സരിക്കണമെന്ന താല്പര്യം പ്രകാരം തന്നെയാണ് CPI മുന്നോട്ട് പോകുന്നത്. ജില്ലയിലെ 90 സ്ഥാപനങ്ങളിലും ഐക്യ ശ്രമങ്ങളെല്ലാം വളരെ ഗംഭീരമായി വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചു. ചിലയിടങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തിടങ്ങളിൽ പോലും അവിടെയുള്ള ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള മത്സര രംഗത്തിറങ്ങുന്ന രൂപത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. പൊതുവിൽ ജില്ലയിൽ നല്ല ഐക്യത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. തുറയൂരിലെ വിഷയം വ്യത്യസ്തമാണ്. തുറയൂരിൽ കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയ്ക്ക് CPI-യിൽ മറ്റു പല പാർട്ടികളിൽ നിന്നായി വന്നു ചേർന്ന ഒട്ടേറെ ആളുകളുണ്ട്. CPI ഇപ്പോൾ ആ പഞ്ചായത്തിലൊരു നിർണായക രാഷ്ട്രീയ ശക്തിയാണ്. സ്വാഭാവികമായിട്ടുള്ള മുന്നണി ചർച്ചകളുടെ ആദ്യഘട്ടത്തിൽ തന്നെ നേരത്തെ CPI-ക്ക് ഒരു ബ്രാഞ്ചും കുറച്ച് അനുഭാവികളും പ്രവർത്തകരും മാത്രമുണ്ടായിരുന്ന സന്ദർഭത്തിൽ കിട്ടിയ സീറ്റ് എന്ന നിലക്കാണ് CPM അതിൻ്റെ ഒരു സീറ്റ് ധാരണയിൽ ഒരു സീറ്റ് മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ അത് സ്വീകരിക്കാൻ അവിടുത്തെ പ്രാദേശിക CPI നേതൃത്വം തയ്യാറല്ല. പലതരത്തിലുള്ള ചർച്ചകൾ നടന്നു. ചർച്ചകളൊന്നും അവസാനിച്ചിട്ടില്ല, ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അവിടുത്തെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന വിശ്വാസമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പ്രാദേശികമായ രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ പേരിൽ CPI ഒരുപക്ഷെ വേറിട്ട് മത്സരിക്കേണ്ടി വന്നാലും അവിടെയുള്ള CPI മത്സരിക്കാത്ത സീറ്റുകൾ, എല്ലാ സീറ്റുകളിലേക്കും CPI മത്സരിക്കുന്നില്ല. മത്സരിക്കാത്ത സീറ്റുകളിൽ മുന്നണി എന്ന നിലക്ക് ഇടതുപക്ഷത്തിൻ്റെ മറ്റ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ആ പഞ്ചായത്ത് ഉൾപ്പെടുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഇടതുപക്ഷ മുന്നണിയെ വിജയിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. ഒരിക്കലും ഏതെങ്കിലും ഒരു ദേശീയതല സംസ്ഥാനതല രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ പേരിലല്ല, തീർത്തും പ്രാദേശികമായ വിഷയങ്ങളുടെ പുറത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. CPM-മായി നേരത്തെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകളിൽ ഭൂരിപക്ഷം പേർ CPI-യുടെ ഭാഗത്തുണ്ട്, മറ്റ് പാർട്ടികളിൽ നിന്ന് വന്നവരുണ്ട്. അവരെല്ലാം ഗവാസിന്റെ പ്രതികരണമാണ് കേട്ടത്. വിശദാംശങ്ങളുമായി സലാം മുഹമ്മദ് നമ്മോടൊപ്പം ഉണ്ട് കോഴിക്കോട്ട് നിന്ന്. സലാം, തുറയൂരിലേതൊരു വ്യത്യസ്തമായ പ്രശ്നമാണെന്ന് ഗവാസ് പറയുന്നു. നിശ്ചയമായും ഒരു വ്യത്യസ്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന് കളമൊരുങ്ങുന്നു തുറയൂരിൽ. CPM-ഉം CPI-യും നേർക്കുനേർന്ന് വെച്ചാൽ ഔദ്യോഗിക ചിഹ്നത്തിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം വേഴ്സസ് അരിവാൾ നെൽക്കതിർ, അങ്ങനെ ഒരു മത്സര ചിത്രത്തിലേക്ക് കാര്യങ്ങൾ പോയത് എങ്ങനെയാണ്? ഗവാസ് അടക്കമുള്ള നേതൃത്വത്തിന് എന്തുകൊണ്ടാണ് അവിടെ CPI പിന്മാറ്റാൻ കഴിയാതിരുന്നത്? തുറയൂരിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? സൈഫുദ്ദീൻ, കോഴിക്കോട് ജില്ലയിൽ നാദാപുരം തുറയൂർ മേഖലയിലാണ് CPM-CPI പ്രശ്നം വളരെ രൂക്ഷമായി നിലവിലുണ്ടായിരുന്നത്. അത് നാദാപുരത്തെ പ്രശ്നം പരിഹരിക്കാനും CPI സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് CPM-ന് തന്നെ ആ സീറ്റ് വിട്ടു നൽകാനും അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് CPI തയ്യാറാവുകയായിരുന്നു. എന്നാൽ തുറയൂരിൽ ഇങ്ങനൊരു പ്രശ്നം പരിഹരിക്കാൻ CPI-ക്കോ സാധിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഇതുമായി ബന്ധപ്പെട്ട് അത് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസത്തിലും വലിയ രീതിയിലുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയി. എന്നാൽ ഒരു പരിഹാരം കാണാനായില്ല. കാരണം CPI-ക്ക് ഒരു സീറ്റ് മാത്രമാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അത് കൂടുതലായി നൽകണമെന്നുള്ള ആവശ്യമില്ല, കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യം CPI മുന്നോട്ട് വെച്ചു. കാരണം നേരത്തെ ഒരു ബ്രാഞ്ച് മാത്രമാണ് ഈ പ്രദേശത്തുണ്ടായിരുന്നത്. എന്നാൽ CPM-ന്റെ ഒരു ലോക്കൽ കമ്മിറ്റി ഒന്നടങ്കം CPI-ലേക്ക് വരികയും അങ്ങനെ 10-ലധികം ബ്രാഞ്ചുകൾ തുറയൂരിൽ CPI-ക്ക് ഉണ്ടാവുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ നേരത്തെ ശക്തി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കാണിച്ചുകൊണ്ട് ഒരു സീറ്റ് ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്നും മാറി ഇപ്പോൾ വലിയ ശക്തിയുള്ള ഒരു പാർട്ടിയാണ്, വലിയ സ്വാധീനമുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് 4 സീറ്റുകൾ വേണമെന്നുള്ളൊരു ആവശ്യമാണ് CPI മുന്നോട്ട് വെച്ചത്. അത് നൽകാൻ CPM തയ്യാറാകാതിരുന്നതോടുകൂടിയാണ് വലിയ രീതിയിൽ നേരിട്ട് ഏറ്റുമുട്ടുന്നതിലേക്ക് കാര്യങ്ങൾ പോയത്. ഏതായാലും ഇപ്പോഴും തർക്കം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് CPI-യുടെ ജില്ലാ സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ തർക്കം തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രാദേശികമായുള്ള തർക്കത്തെ തുടർന്ന് CPM-ഉം CPI-യും ഒറ്റയ്ക്ക് മത്സരിക്കാനെടുത്ത തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പ്രാദേശിക നേതൃത്വം. ആ സാഹചര്യത്തിൽ ജില്ലാ നേതൃത്വത്തിന് ഇടപെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പരിഹാരം കാണാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഏതായാലും തുറയൂരിൽ മറ്റു സ്ഥലങ്ങളിൽ വിമത സ്ഥാനാർത്ഥികൾ LDF-ലും UDF-ലും വിമത സ്ഥാനാർത്ഥികളാണ് തലവേദന സൃഷ്ടിക്കുന്നതെങ്കിൽ മുന്നണി തന്നെ ഇല്ലാതെ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ് ഇടതുമുന്നണിയിലെ 2 പ്രധാന കക്ഷികളും തുറയൂരിൽ. സലാം, ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും ഒരു പ്രശ്ന പരിഹാരത്തിനുള്ള ശ്രമം നടക്കുക? ഈ CPI സ്ഥാനാർത്ഥികളെ ഈ പ്രചാരണ രംഗത്തു നിന്നൊക്കെ മാറ്റി നിർത്തുക, ഇനി ഒരു ഒത്തുതീർപ്പിലെത്തിയാലും അങ്ങനെയായിരിക്കുമോ?
ദിവ്യ സൈഫുദ്ദീൻ നിലവിലൊരു ഒത്തുതീർപ്പിനുള്ള ഒരു വഴി കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നേരത്തെ തന്നെ ചർച്ചകൾ പുരോഗമിച്ചതാണ്, എന്നാൽ യാതൊരു പരിഹാരവും കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം CPM-ൽ നിന്നും വിട്ടുവന്ന പ്രവർത്തകരാണ് CPI-ൽ കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ നിന്നിരുന്ന പ്രാദേശിക തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. CPI പങ്കെടുക്കുന്ന കൺവെൻഷനുകളിലോ യോഗങ്ങളിലോ CPI നേതാക്കൾ പങ്കെടുക്കുന്ന യോഗങ്ങളിലടക്കം പങ്കെടുക്കാൻ CPM തയ്യാറാകുന്നില്ല എന്നുള്ളത് കൂടി അവിടെയുള്ള പ്രാദേശിക നേതൃത്വം പറയുന്നുണ്ട്. ആ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ സംഘടിപ്പിക്കുന്നതിനും മറ്റും തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി LDF-ന് മുന്നോട്ട് പോകാൻ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ളത് കണ്ടുകൊണ്ടാണ് CPI മുന്നണിയിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് മത്സരിക്കാനൊരു തീരുമാനമെടുത്തത്. ജില്ലാ നേതൃത്വം ഇടപെട്ടിട്ടോ അല്ലെങ്കിൽ മറ്റു ഉന്നത നേതൃത്വം ഇടപെട്ടിട്ടോ യാതൊരു പരിഹാരവും കാണാൻ അവിടെ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് CPI ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറെടുത്തത്. സാധാരണഗതിയിൽ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ മുന്നണിക്ക് വിഭിന്നമായി മത്സരിക്കുകയാണെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതി ലഭിച്ച ശേഷമായിരിക്കും ചിഹ്നം അനുവദിക്കുക. ഇപ്പോൾ നിലവിൽ തുറയൂരിൽ CPI അവരുടെ ചിഹ്നമായിട്ടുള്ള അരിവാൾ നെൽക്കതിൽ തന്നെയാണ് മത്സരിക്കുന്നത്. സ്വാഭാവികമായും സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ ഒരു അനുമതി നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രാദേശികമായ തർക്കങ്ങൾ ഇനി മുന്നണിയോടോ അല്ലെങ്കിൽ മുന്നണി മുന്നോട്ട് പോകില്ല എന്നുള്ളത് സംസ്ഥാന നേതൃത്വത്തിനെ ബോധ്യപ്പെടുത്താൻ പ്രാദേശിക നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ചിഹ്നം അനുവദിക്കുന്നതിലേക്കടക്കം കാര്യങ്ങൾ പോയത്. ഏതായാലും തുറയൂരിൽ CPM-ഉം CPI-യും ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം.